എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കേരള സ്വപ്നകുണ്ടിലേക്കുള്ള യാത്രയിലാണ്. സ്വപ്നകുണ്ടിലേക്കുള്ള യാത്രയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളിങ്ങളെ കാണിക്കും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടില്ല ഇറങ്ങുന്നേ. കമ്പൾക്കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഓടക്കാടാണ്. വളരെ സാഹസികമായിട്ടാണ് സ്വപ്നകുണ്ടിലേക്ക് കുട്ടികൾ ഇറങ്ങുന്നത്. കുട്ടിയെ സ്വപ്നകുണ്ടിലേക്ക് ഇറങ്ങുന്ന ഫീൽ എങ്ങനെ? തീരുന്നല്ലേ? Can you hear my voice? Coming through the noise. I'm floating through outer space. I'm lost and I can't find a way. Oh, all the lights going dark and my hopes destroyed. എപ്പോഴാണ് വന്നേ? അരമണിക്കൂറായില്ലേ? നല്ല തണുപ്പുണ്ട് വെള്ളല്ലേ? ഭയങ്കര വൈബാണല്ലേ സ്വപ്നകുണ്ട്? നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുളിക്കാം. നല്ല വെള്ളമുണ്ട്. എന്താ പറയല്ലേ? എന്താ മഴവെള്ളമുണ്ട്. മലവെള്ളം എപ്പോഴും വരാതെ പറയാൻ പറ്റില്ല. മഴയില്ലാത്ത ടൈം നോക്കി വന്നാണ് ഇപ്പോ. സാഹസികതയുള്ള ഏരിയ ആണ്. കമ്പൾശ്ശേരി വൈബാണല്ലേ? Calling out Mayday. It's so dark out here in space. And it's been
ആളുകളൊന്നും ചാടാൻ വരരുത്, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലവെള്ളം എപ്പോഴും പാഞ്ഞു വരും. നമ്മൾ ചാടാൻ പോവാണ്. ക്യാമറ ഒപ്പം വെള്ളത്തിലുണ്ട്. ട്രാവലർ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ സാഹസികമായ അതിമനോഹരമായിട്ടുള്ള യാത്രകളാണ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചങ്ക് ബ്രോ സൈഡ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. ഒരു 55-60 ഡിഗ്രി ചൂടിൽ നിന്നുമാണ് നമ്മൾ ദുബായ് എത്തിയത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യും, സ്വപ്നക്കുണ്ടിലോ അല്ലെങ്കിൽ കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തിലോ ഒന്ന് വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനും ശരീരത്തിനും വളരെ ഒരു സന്തോഷം ആണ്. അപ്പോൾ വി ആർ റിയലി എൻജോയ് ക്രോസ് എൻജോയ്. അപ്പോൾ കേരളക്കുണ്ട് സ്വപ്നം കൊണ്ട് വന്നവർ ഇവിടെ നിന്നിട്ട് ചായ കുടിച്ചു പോകും ഞങ്ങൾ അല്ലേ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചായ?
അടിപൊളി ചായ അല്ലേ? നല്ല വലിയ പഴംപൊരി ഉണ്ട് അല്ലേ? നല്ല ചായ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വിവരങ്ങൾ പറയുക. എന്തൊക്കെയാണ് കടിയുള്ളത്? പഴംപൊരി, അടിപൊളി പഴംപൊരി, ഉണ്ട, എല്ലാ സാധനങ്ങളും ഉണ്ട്. കേരള കൂട്ടിൽ നിന്ന് ക്ഷീണിച്ച ആൾക്കാർ ഇവിടെ വന്നിട്ട് ചായ കുടിച്ച് പോവാ. കാക്ക അങ്ങനെയുണ്ട് നമ്മളെ ചായ? അടിപൊളിയല്ലേ? കടി എങ്ങനെയുണ്ട്? നമ്മൾ മച്ചോണ് ചായക്കറിൻ്റെ ആള് ഇതാ അവിടെ കൊടുക്കുക. കാക്ക കൊടുക്കുക ചായ അല്ലേ? ഓക്കെ, അതുപോലെ ഇനി നമ്മൾ ചായ കുടിക്കണം. കേരള കൊണ്ട് മലമ്പ്രദേശത്തിൽ നിന്നും നാടൻ വായക്കൊലയിൽ ഉണ്ടാക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴംപൊരിയാണ് ഇത്. പഴംപൊരി കഴിച്ചിട്ട് പറയും. കാക്ക പഴംപൊരി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇവിടുന്ന് ചായ കുടിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ കരുവാരകുണ്ടുകാരനായ ഗസ്റ്റ് കളിയൻ പോണ്ടിച്ചേരി അല്ലേ? എത്ര വർഷമായി? ഇപ്പോൾ കുറേ കാലമായി അല്ലേ? കല്യാണം കഴിച്ചവിടെ കൂടിയോ അതോ അല്ലേ? എത്ര കുട്ടികളുണ്ട്? 2 ചെറുക്കന്മാരുണ്ട് അല്ലേ? അയ്യോ, നല്ല നമ്മളെ നാട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ജീവിക്കാനൊക്കെ ഏറ്റവും സുഖം, നല്ല ആളുകൾ. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ അല്ലേ? ഓക്കെ, നമ്മളെ ചെറിയ ചായ കുടിച്ചു. അടിപൊളിയായിരുന്നു. അടിപൊളി ചായയാണ്. എല്ലാ വർഷം നമ്മളോട് വരുമ്പോൾ ഒരു ചായ ഇവിടുന്ന് കുടിക്കും. അത്രേ ഉള്ളൂ. Left her home to find where she belongs. Her mother's scared to leave her all alone. പറഞ്ഞതേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സ്വപ്നം കൊണ്ട് വീഡിയോ അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനടി നമ്മൾ വരും. അടുത്ത നമ്മൾ വട്ടമനയാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഗൈസ്. ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോ നിങ്ങൾക്ക് എന്നെ കാണാം. എൻജോയ് பண்ணிட்டு இருக்கே. താങ്ക് യു വെരി മച്ച്. വാ.